അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഹറമിൽ 19-ാം തീയതി പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. ഞാനിവിടെ ഇങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് ഓതൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ ഒരു സമയം ഏകദേശം ഒരു 2-2:30 മണിയോടെ എടുക്കാറായി. എന്നാൽ അൽഹംദുലില്ലാഹ് കുറേ പേര് ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നാലും പരിശുദ്ധമായ റമദാന് ഹറമിൽ തന്നെ ചിലവഴിക്കുക. രാത്രി കാലങ്ങളിലൊക്കെ ഹിജാബത്തിൻ്റെ സമയങ്ങളൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യാറുണ്ട്. കുടുംബാദികളെ എല്ലാവർക്കും പഠിച്ചവൻ ഖൈർ തരട്ടെ. എല്ലാവരും പ്രാർത്ഥനയിലാണ്. പല ആൾക്കാരും ഈ സമയത്ത് കുറച്ചൊരു ഫ്രീ ഉണ്ടാകും. കാരണം ഇശാ കഴിഞ്ഞിട്ട് ഹാജിമാരൊക്കെ റൂമിലേക്ക് പോകുന്നവരാണ് കൂടുതൽ. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഇരിക്കും. അതായത് ഇവിടെ അതിൻ്റെ ഇടയിൽ 2 പ്രാക്കൾ ഇങ്ങനെ കൊത്തിപ്പറിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇനി ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് കുറച്ച് അത്താഴമൊക്കെ കഴിക്കണം. ഏതായാലും അള്ളാഹുവിൻ്റെ ഭവനൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. നമുക്ക് പ്രഭാതത്തിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട പരിപാടിയാണ്. ഏതായാലും എഴുന്നേറ്റിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഞാൻ നടക്കുകയാണ്. അങ്ങനെ പുറത്ത് ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ നേരെ മുന്നിൽ കഅബയിൽ നമുക്ക് ഇവിടുന്ന് കാണാം. ഈ സ്ഥലത്ത് ഇങ്ങനെ ഈ സമയത്ത് ആൾക്കാർ രാജ്യമാരൊക്കെ ഇങ്ങനെ മത്താഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി ഒന്ന് ടവറിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ട് ഒന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താനുണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്ത് ഈ താജുദിൻ്റെ സമയത്തിൻ്റെ അത്താഴത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ പുതിയ പള്ളിയുടെ വിശേഷം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും രാവിലെ പ്രഭാതത്തിൽ ഞാൻ പുതിയ പള്ളിയിലേക്ക് പോകും. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങൾ കാണാം. ഇപ്പോൾ ഈ സമയത്ത് പ്രഭാതത്തിൻ്റെ ഈ താജുദിൻ്റെ സമയത്ത് കണ്ടോ. എൻ്റെ കുടുംബങ്ങളൊക്കെ നോക്കും എല്ലാവരും കേട്ടോ. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയുക, എഴുതിയൊക്കെ ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ദുആ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നല്ല റാഹത്തുള്ള ജീവിതം നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ. സമയം കണ്ടോ 3:45. ഇനി നമുക്ക് അത്താഴത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് പകർത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ വന്ന ഇതിൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. 89-ൻ്റെ ഇവിടെയാണ് ആണുങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആ സൈഡിൽ 85, 84 അവിടെയാണ്. അതിൻ്റെ ഉള്ളിൽ സ്ത്രീകളാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെ പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും ഹാജിമാരൊക്കെ. പല സ്ഥലങ്ങളിൽ നിന്ന് ഉംറക്കാരൊക്കെ ഉണ്ടാവും. എന്നാൽ അവർക്കൊക്കെ ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് അവരൊക്കെ ഇപ്പം കിട്ടുന്ന ഭക്ഷണം ഇവിടെ ഫ്രീ ആയിട്ടൊക്കെ കുറേ ഭക്ഷണം കിട്ടും. എന്നാൽ അതൊക്കെ ക്യൂ നിന്ന് വാങ്ങി ഇവിടെ തന്നെ ഇരുന്നിട്ട് അവർ അത്താഴം കഴിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടോ ഈ മിസ്ഫല ഇബ്രാഹിം ഖലീൽ റോഡിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. ഈ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. ഇതിനുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മത്താണ്. എന്നാൽ അവിടെ നിന്ന് ഭക്ഷണം ഇങ്ങനെ ചോറും പിന്നെ ഒരു ചെറിയൊരു കോഴിക്കഷ്ണം അതിലുണ്ടാവും. അതാണ് കിട്ടുക. എന്നാൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഈ സൗദിയുടെ പല ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ കണ്ടോ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ളവർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എന്നാൽ ഞാനിവിടുന്ന് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇവിടെ ഞാൻ നേരെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇവിടെ സലൂണും കാര്യങ്ങളൊക്കെയാണ്, ബാർബർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 പിന്നെ ചെറിയ ചെറിയ മത്താമുണ്ട്. അതായത് ചെറിയ ചെറിയ കഫ്തേരിയ പോലത്തെ ഹോട്ടലുകൾ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ചോറ് അതൊക്കെ കിട്ടും. എന്നാൽ ഇവിടുത്തെ ബാർബർ ഷോപ്പിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ മലയാളികൾ അവർ ഫുഡും വാങ്ങിയിട്ട് പോവാണ്. ഇവിടുന്ന് ഫുഡും വാങ്ങിയിട്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അതിൻ്റെ പുറകോട്ട് പോയി ഇരുന്ന് അവിടെ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ മലയാളികളാണ്. നിങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻസ് ഇടുക. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ 1-ാം നമ്പർ ഗേറ്റിലേക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയില്ലേ അവിടത്തേക്കാണ് ഇറങ്ങുക. അന്നേരം അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കുറച്ച് സഫ ടവറിൻ്റെ ആ സൈഡിൽ കൂടിയൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ ഒരു കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് നേരെ എക്സിറ്റാണ് കേട്ടോ 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്തേക്ക്. ഇത് മിസ്ഫലയിൽ നിന്ന് നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ തിരക്കില്ലാതെ നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് ഇറങ്ങാം. നമ്മൾ നേരത്തെ ഞാൻ മിസ്ഫല ഇബ്രാഹിം ഖലീൽ റോഡിലേക്ക് പോകുന്നില്ലേ, ആ റോഡിൽ പോയിട്ട് ഇറങ്ങാം കേട്ടോ. അന്നേരം ഇങ്ങനെ ഇവിടെയൊക്കെ തിരക്കുണ്ടെങ്കിൽ ഇതിലോട്ടേക്ക് വന്നിട്ട് ഇവിടെ കയറിയിട്ട് അങ്ങനെ പോയാൽ മതി. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എക്സിറ്റാകുന്ന അറബിൻ്റെ മുറ്റത്തേക്കാണ് കേട്ടോ. 1-ാം നമ്പർ ഗേറ്റ് അവിടെ കാണുന്നുണ്ട്. വലതുവശത്ത് സഫ ടവറാണ്. പിന്നെ ബാത്റൂം നമ്പർ 3. എന്നാൽ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് രാത്രിയിലുള്ള നിങ്ങൾ കാണും. അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الآمين يا ربي يا من هو مرشدي
أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين. ഞാനങ്ങനെ ബാത്റൂം നമ്പർ 3 ഈ ജംഗ്ഷനിലാണ് കേട്ടോ. ഈ സെൻറ്ററിൽ നമ്മൾ രാവിലെ പ്രാവിനെയൊക്കെ കളിപ്പിക്കുന്ന സ്ഥലമില്ലേ, അന്നേരം ഇവിടെ അജിയാദ് ഭാഗമാണ്. അന്നേരം ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് അവസ്ഥകൾ ഇങ്ങനെ ആജിമാരിങ്ങനെ പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരാണ് അവരൊക്കെ. അന്നേരം ഇതിൽ കൂടി ഒന്ന് നടന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ വരാം. ഇതിങ്ങനെ അജിയാദ് മസാഫിലേക്ക് പോകുന്ന വഴിയാണ്. അന്നേരം അവിടെ ഒരു ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം പാതിരാക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കേരളക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. കൂടുതൽ ആൾക്കാരും അറബ് കൺട്രിയൊക്കെയാണ് ഈ രാത്രി ഐസ്ക്രീമൊക്കെ കഴിക്കുന്നവർ കണ്ടോ. ഇത് അങ്ങനെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിന് കേട്ടോ. ഇവിടെ സുഹൃത്ത് പോലീസുകാരുണ്ട്. അന്നേരം അങ്ങനെ ജിദ്ദന്നൊക്കെ വരുന്ന വണ്ടിയൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും അത് ബ്ലോക്കാണ്, മൊത്തത്തിൽ ബ്ലോക്കാണ്. ഇത് സ്ത്രീകളുടെ ബാത്റൂമാണ് കേട്ടോ. അതിൻ്റെ നേരെ അപ്പുറം തന്നെ 2-ാം നമ്പറുണ്ട്, അത് ആണുങ്ങളുടെ ബാത്റൂമാണ് കേട്ടോ. നമുക്കിവിടെ അടുത്ത് തന്നെ ഉണ്ട് 3-ാം നമ്പർ, 1, 2, 3 അടുത്ത് തന്നെയാണ് ബാത്റൂം. പിന്നെ 6, 7, 8 പഴയ ബാത്റൂമുകളൊക്കെ അങ്ങനെയാണ് നമ്പർ. ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് പുതിയ പള്ളിയുടെ നമുക്ക് രാവിലത്തെ ഇതിൽ പകർത്താം. പുതിയ പള്ളിയുടെയൊക്കെ A1, A2 അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അന്നേരം ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട്. സമയം പ്രഭാതത്തിൻ്റെ സമയം നിസ്കരിക്കേണ്ട ഇതാണ്. അന്നേരം ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവിടുത്തെ ക്ലീനേഴ്സ്. അന്നേരം നമുക്ക് ഈ ജംഗ്ഷനിൽ ഇത് അജിയാദ് സദ്ദാണ് കേട്ടോ. സദ്ദിലേക്ക് പോകുന്ന വഴി, കൊട്ടാരത്തിൻ്റെ ചേർന്ന് പോകുന്ന വഴി. അന്നേരം ഇവിടെ ബാബു ഇസ്മായിലിൻ്റെ മുകളിൽ കൂടി ആജിമാരിങ്ങനെ മുകളിലോട്ട് പോകുന്നവരുണ്ട്. കുറേ ആൾ താഴത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. നമ്മുടെ മലയാളി ആജിമാരൊക്കെ അത്താഴത്തിനുള്ള പോക്കാണ് റൂമിലേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത്. അന്നേരം ഇവിടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി പ്രഭാതത്തിലെ കുറച്ച് വീഡിയോസ് നമുക്ക് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത്താഴത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞു. പ്രഭാത നിസ്കാരത്തിന് വേണ്ടിയിട്ട് സുബഹി ബാങ്കിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ ടവറിൻ്റെ അടുത്ത്, ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു. നമ്മുടെ ദാറു തൗഹീദ് ഹോട്ടൽ, അതുപോലെ 79-ാം നമ്പർ ഗേറ്റ് കണ്ടോ, കിങ് ഫഹദ് ഗേറ്റാണ് കേട്ടോ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും കേട്ടോ. ഞാൻ പുതിയ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇവിടുന്ന് പഴയ പള്ളി, ഇത് പഴയ പള്ളിയാണ്, പുതിയ പള്ളി, അതിൽ പോയിട്ട് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ക്ലോക്ക് ടവറിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അന്നേരം തിരിച്ച് നമ്മുടെ പുതിയ പള്ളി അമിനാരം കാണുന്നിടത്തേക്ക് ഞാൻ നടന്നു പോകുന്നത്. ദാറു തൗഹീദ് ഹോട്ടലൊക്കെ കാണാം. അന്നേരം അവിടെ പള്ളിയുടെ അടുത്തെത്തുമ്പോഴേക്ക് വാങ്ങ് കൊടുക്കാൻ സമയം ഏകദേശമാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. അന്നേരം പുതിയ പള്ളി, അതുപോലെ ദാറു തൗഹീദ് ഹോട്ടൽ, നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരായിട്ടൊക്കെ രാഷ്ട്രീയക്കാരും അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇവിടെയാണ് നിൽക്കാറ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇബ്രാഹിം ഖലീൽ റോഡിലേക്ക് ലെഫ്റ്റിൽ പോകണം, റൈറ്റിൽ ജിദ്ദയിലേക്കാണ്. ഇതിൻ്റെ ഈ ദാറു തൗഹീദ് ഹോട്ടലിൻ്റെ നേരെ പുറകിലാണ് ജബൽ ഉമർ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടാക്സികളൊക്കെ കിട്ടും. ജിദ്ദ മദീനയൊക്കെ പോകണമെങ്കിൽ ടാക്സികളൊക്കെ കിട്ടും. ക്ലോക്ക് ടവറിൽ സമയം ഏകദേശം 5 മണി 5 മിനിറ്റായി കേട്ടോ. അന്നേരം നമ്മുടെ പുതിയ പള്ളിൻ്റെ കവാടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുമ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കുമ്പോഴേക്ക് ബാങ്കിൻ്റെ സമയമാവും. അതുപോലെ പടച്ചറബ് നിങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ തരട്ടെ. അതുപോലെ ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദയിലേക്കുള്ള വണ്ടിയൊക്കെ കിട്ടും കേട്ടോ. ഈ ജംഗ്ഷനിൽ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇടത് ഭാഗത്ത്. ഞാനിവിടുന്ന് സ്ട്രൈറ്റാണ് പോകുന്നത്. ഇവരൊക്കെ നിസ്കാരത്തിലേക്ക് വരുന്ന ആജിമാരാണ് കേട്ടോ. അത്താഴമൊക്കെ കഴിച്ചിട്ട് ജെറുവൽ ഭാഗം, അതായത് കഅബയുടെ റുക്ൻ ഷാമിൻ്റെ ഭാഗത്ത് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അന്നേരം ആ ഭാഗത്തു നിന്നാണ് അവരിങ്ങോട്ട് വരുന്നത് കേട്ടോ. അന്നേരം ക്ലോക്ക് ടവറിൽ ഏകദേശം ഒരു സമയം 5 മണി കഴിഞ്ഞു, 5, 6, 7 അങ്ങനെ എന്തോ ആയി. ഇപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട് കേട്ടോ ഈ ജംഗ്ഷനിൽ. കാരണം ഇത് ജിദ്ദയിലേക്ക് പോകുന്ന വഴി ഒരു ഭാഗത്ത് ജെറുവൽ, ഗസയിലേക്കും പോവാം, അതുപോലെ ഉത്തൈബിയ ആ ഭാഗത്തേക്കൊക്കെ പോവാം. അന്നേരം ഇവിടെ പുതിയ ബാത്റൂം ഈ പുതിയ പള്ളിയോട് ചേർന്നിട്ട് കേട്ടോ. 8A എന്ന് പറയുന്ന ബാത്റൂം ഇവിടെയാണ്. 72ൻ്റെ നേരെ മുന്നിൽ, പഴയ പള്ളിയുടെ 72ാം ഗേറ്റിൻ്റെ നേരെ മുന്നിൽ, തൊട്ടടുത്ത് തന്നെയാണ് 62. ഇവിടെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കിട്ടും കേട്ടോ. സിംഗിളായിട്ട് എടുത്ത് പോവുകയാണെങ്കിൽ 150 റിയാലാണ്. ഡബിൾ 2ആക്കി ഇരുന്ന് പോകാനുള്ള ഇലക്ട്രിക് വാഹനമുണ്ട്, 230 റിയാലാണ് കേട്ടോ. നമ്പർ ചെയ്തിട്ട് നമുക്കിവിടെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കാം. ഇവിടുന്ന് അവരതിന് സജ്ജീകരണങ്ങൾ ചെയ്തു തരും. ഏതായാലും ബാങ്കിൻ്റെ സമയമായി. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പകർത്താം.
الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا أشهد أن محمدا رسول الله أشهد أن محمدا رسول حي على അങ്ങനെ ഭാഗമൊക്കെ കഴിഞ്ഞു. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം, പുതിയ ഭവനത്തിലേക്ക് ഇങ്ങനെ ബാബുൽ ഉംറയിൽ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് താഴത്തോട്ട് പോയി ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുതിയ പള്ളിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അവിടെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർക്കുകൾ കഴിഞ്ഞ ഓരോ സ്ഥലങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ലേഡീസാണ്.
കാരണം നമ്മൾ മുന്നോട്ട് പോകണം. മുന്നോട്ടാണ് നമ്മളിത് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കഅബത്തിൻ്റെ കോണ് കിട്ടുന്നത് റുക്നുൽ ഷാമാണ് കേട്ടോ. റുക്നുൽ ഷാമിൻ്റെ കോണാണ് കിട്ടുക. അന്നേരം ഇത് ബാബുൽ ഉംറയുടെ നേരെ ആ ഭാഗത്താണ്. നേരെ മുന്നിൽ ബാബുൽ ഉംറയാണ്. ബാബുൽ ഉംറൻ്റെ ആ ഗേറ്റാണ് വരിക. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ കഅബാലയത്തിലേക്ക് എത്തി. അന്നേരം ഇവിടെ പുതിയ പള്ളിയുടെ ഉൾവശത്ത് കയറിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഈ പുതിയ പള്ളി, ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയ പള്ളിയിൽ അവസാനിപ്പിക്കാം കേട്ടോ. നാളെ നമുക്ക് ബാബുൽ ഉംറൻ്റെ വീഡിയോ ഞാനിടാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കാണുക പരമാവധി. വീഡിയോകളൊക്കെ എല്ലാ കുടുംബങ്ങളിൽ എത്തിക്കുക. പ്രയാസങ്ങളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടവരുണ്ട്, അതൊക്കെ അള്ളാഹു പ്രത്യേകമായിട്ട് ദുആ ചെയ്യും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. അതുപോലെ അസുഖങ്ങൾ കൊണ്ട് കുറേ പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അസുഖങ്ങൾ കൊണ്ടും അതുപോലെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ എത്രയോ പേര് എഴുതി അയച്ചിട്ട് കണ്ടിരുന്നു. എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തന്ന് ഇവിടെ എത്താനും ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്താനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിൻ്റെ സമയമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഇന്നത്തെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു. പുതിയ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഹാജിമാരൊക്കെ പോവാണ്. ഞാനും ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ട പരിപാടിയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് പകർത്താനുണ്ട്. അതൊക്കെ പകർത്തിയിട്ട് ഇൻഷാ അല്ലാഹ്, കാരണം ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു ഇതില്ല കേട്ടോ. അത് പള്ളിയുടെ ആ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹാജിമാരാണ് കേട്ടോ. അന്നേരം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഓരോ ഗേറ്റുകൾ ഇങ്ങനെ പുതിയ പള്ളിയുടെ ഡോറുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഓരോ സൈഡിൽ കേട്ടോ. ഞാൻ നടക്കുന്നതിൻ്റെ അടുത്ത ഭാഗത്ത് കേട്ടോ. അന്നേരം ഇവിടുന്ന് ഇറങ്ങുന്ന നമുക്ക് പുറത്തേക്ക് ജബൽ ഉമറിൻ്റെ ഭാഗത്തേക്കാണ് ഇറങ്ങുക, അതായത് ജെറുവൽ ഭാഗത്തേക്ക്. അന്നേരം ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പോലീസുകാർ. ഇവിടെയൊക്കെ ഇങ്ങോട്ടൊന്നും കടത്തി വിടില്ല, പുതിയ പള്ളിയുടെ ഉൾവശത്തേക്കൊക്കെ. അത് എത്രത്തോളം അറിയുന്നതിനനുസരിച്ച് ഇവർ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയി കൊടുക്കുകയും. ഞാനിവിടെ നേരെ ഔട്ടാകുകയാണ്. അന്നേരം നമുക്ക് നേരെ ബാബുൽ ഉംറൻ്റെ മുന്നിലേക്ക് എത്തും. അന്നേരം ഇവിടെ കാണാം, വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ജെറുവൽ ഭാഗമാണ്. പിന്നെ നേരെ അവിടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ടാക്സികളൊക്കെ ജിദ്ദയിൽ പോകുന്ന ടാക്സികളൊക്കെ കിട്ടും. സമയം ഏകദേശം 5:45. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും കൂടി ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ്റെ കാരുണ്യവും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. അന്നേരം ഇവിടെ ബാബുൽ ഉംറ നമുക്ക് കാണാം കേട്ടോ. ഈ സൈഡിൽ എൻ്റെ അടുത്ത വശത്താണ് ബാബുൽ ഉംറ ഉള്ളത്. അവിടെ നിന്നൊക്കെ ഹാജിമാരിങ്ങനെ വരുന്നുണ്ട്. ഇവരൊക്കെ പോകുന്നത് കണ്ടോ, ഇവരൊക്കെ പോകുന്നത് ജെറുവൽ ഭാഗത്തേക്കാണ്. നമ്മൾ ഇറങ്ങിയ ഗേറ്റിൽ നിന്ന് ഇതാണ് ബാബുൽ ഉംറ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോ നമുക്ക് നാളെ വേറെ ഒരു ഇതിൽ പൂർണ്ണമായിട്ട് ഇടാം. എന്നാലും ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഗേറ്റിൽ നിന്ന്. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ. എന്നാലും ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. റബ്ബിൻ്റെ കടാക്ഷവും കനിവും കാരുണ്യമൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു നിറക്കട്ടെ. അതുപോലെ കുറേ ആൾ ദുആ ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെ ദുആകളും ഞാൻ ഇവിടുന്ന് പടച്ചവനോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കേൾക്കും. കുറേ അനുഭവങ്ങളുണ്ട് കണ്ടോ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ബാബുൽ ഉംറയുടെ പുതിയ ഗേറ്റാണ്. അങ്ങനെ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഅബാനെ ശരിക്കും കാണാം. ഞാൻ ഇവിടുത്തെ വരെ ഒന്ന് വന്നതാണ് കേട്ടോ. ഇനി തിരിച്ചിട്ട് ഞാൻ അതേപോലെ വന്ന വഴിയിൽ അങ്ങോട്ട് ഉള്ളോട്ട് കഅബാലയത്തിലേക്ക് പോകാമെങ്കിൽ ഉംറക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കണ്ടോ കഅബാലയം കണ്ടോ. അതോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ. പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാദികൾക്കും ഒക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.